We often talk about physical challenges, but what about mental challenges? നോർമൽ ആയിട്ടുള്ള ആളുകളിൽ പോലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാൽ അവർക്കത് പ്രോപ്പറായിട്ട് വെന്റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റാറില്ല. അപ്പോൾ ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളിൽ അതെങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ ഇന്ന് നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് വീടുകളിലായാലും അവർ പഠിക്കുന്ന സ്കൂളിലായാലും ട്രെയിനിങ് സെൻറ്റേഴ്സിലായാലും നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. ലൈക്ക് ഒരു നോർമൽ ആളിനും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളിനും ഒരേ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്സും ആക്ടിവിറ്റീസും ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ്ലി, ഇവരിലുണ്ടാകുന്ന ഇമോഷൻസ് നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആർട്ട് ഫോംസ് ലൈക്ക് മ്യൂസിക്, ഡാൻസ്, ഡ്രോയിങ്, എനിത്തിങ്, എന്തും ആയിക്കോട്ടെ. അവർക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് കിട്ടുന്നതിലൂടെ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അവരിൽ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ തേർഡ്ലി, നമ്മൾ ഈ കുട്ടികൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പേഷ്യൻസോടെയും അതുപോലെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് വേണം അവർ ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി, ഏതെങ്കിലും രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ സിംറ്റംസ് ആയിട്ടോ നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് തേടാവുന്നതാണ്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലറിനോ സൈക്കോളജിസ്റ്റിനോ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. സോ ലെറ്റ്സ് ലിസൺ, ലെറ്റ്സ് ഇൻക്ലൂഡ് ആൻഡ് ലെറ്റ്സ് കെയർ, ബിക്കോസ് എവറി മൈൻഡ് ഡിസേർവ്സ് kindness.